കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസുകാരെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരനോട് ബസേലിയോസ് മാർ ക്ലിമീസ് കാതോലിക്ക ബാവ. നാമഹേതു തിരുനാളിനോടനുബന്ധിച്ച് ആശംസ അറിയിക്കാൻ എത്തിയപ്പോഴാണ് കർദിനാളിന്റെ പരാമർശം. ഒരു കാര്യം മാത്രം സാർ വന്നുകൊണ്ട് പറയാം. കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് എല്ലാവരും ചേർന്നാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കുന്നുവെങ്കിൽ അത് കോൺഗ്രസ്സുകാർ മാത്രമാണ്. അതാണ് അതിൻ്റെ പരമാർത്ഥം എന്നുള്ളത് ഞാൻ ഈ പള്ളിയിൽ വെച്ച് പറഞ്ഞുകൊണ്ട് സാറിൻ്റെ സാന്നിധ്യത്തിന് പ്രത്യേകം നന്ദി പറയും. BJP സംസ്ഥാന അധ്യക്ഷൻ ആരാകും എന്നതിൽ ചൂടുപിടിച്ച ചർച്ചയും അനിശ്ചിതത്വവും. K. സുരേന്ദ്രൻ ഒഴിയുമോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. സുരേന്ദ്രൻ തൽസ്ഥാനത്ത് തുടരുന്നതിനെ കൃഷ്ണദാസ് വിഭാഗം അതിശക്തമായി എതിർക്കുകയാണ്. K. സുരേന്ദ്രൻ തുടരും. ശോഭാ സുരേന്ദ്രൻ, MD രമേശ്, രാജീവ് ചന്ദ്രശേഖർ ഇവരിൽ ഒരാൾ പ്രസിഡന്റാകും. ഈ സാധ്യതകളാണ് നിലവിൽ. സുരേന്ദ്രൻ മാറിയാൽ ശോഭയുടെ പേരിനാണ് നിലവിൽ മേൽക്കൈ. സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വോട്ട് വിഹിതം കൂടി. തൃശൂരിൽ ജയിച്ചു. സുരേന്ദ്രന് അനുകൂലമായ ഘടകങ്ങൾ പലതുണ്ട്. എന്നാൽ സുരേന്ദ്രനെ മാറ്റിയേ മതിയാകൂ എന്ന ഉറച്ച നിലപാടിലാണ് കൃഷ്ണദാസ് വിഭാഗം. സുരേന്ദ്രൻ തുടർന്നേക്കുമെന്ന സൂചന ഉണ്ടായപ്പോൾ തന്നെ കേന്ദ്ര നിരീക്ഷകൻ വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിൽ നിന്ന് കൃഷ്ണദാസ് പക്ഷ നേതാക്കൾ ഇറങ്ങിപ്പോയിരുന്നു. BJP ലക്ഷ്യമിടുന്ന സാമുദായിക സമവാക്യം പരിഗണിച്ചാൽ ശോഭാ സുരേന്ദ്രനാണ് സാധ്യത. എന്നാൽ ശോഭയ്ക്ക് എതിരാണ് വലിയൊരു വിഭാഗം നേതാക്കൾ. അങ്ങനെ വന്നാൽ MD രമേശ്, രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ. മണ്ഡലം പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കം തുടരുകയാണ്. സംസ്ഥാന വരണാധികാരി നാരായണൻ നമ്പൂതിരിയെ കൊല്ലത്ത് നേതാക്കൾ തടഞ്ഞുവെക്കുകയും വരണാധികാരിക്കെതിരെ കൃഷ്ണദാസ് വിഭാഗം പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു എന്നാണ് ആരോപണം. 2019 മുതൽ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന JP നദ്ദയ്ക്ക് പകരം ഫെബ്രുവരിയിൽ പുതിയ അധ്യക്ഷൻ വരും. അതിനു മുൻപ് എല്ലാ സംസ്ഥാനങ്ങളിലും അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കും. VV വിനോദ്, News 18, തിരുവനന്തപുരം.